ഈ രണ്ട് കാരണങ്ങൾ കാര്യം ചെയ്തതുകൊണ്ട് മാറിയിട്ടുണ്ട്. ഇത് രണ്ട് ഭക്ഷണമാണ്. ഒന്ന് ഒരു ഔഷധമാണ്, ചെറുള എന്ന് പറയുന്ന ഔഷധമാണ്. മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന, മനുഷ്യർ കഴിക്കുന്ന ഒരു ഒരു കാരറ്റ് പോലത്തെ ഒരു പച്ചക്കറിയാണ്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ റാഡിഷ് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിളുന്ന മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വരുത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കിളുന്ന് റാഡിഷുകൾ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക. ആളുകൾക്ക് അതാകുമ്പോൾ ഒരു ഇതും ഇല്ലാതെ കഴിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ, അതായത് കുക്കുംബർ, അതിനകത്ത് കുക്കുംബർ ഉണ്ട്. അപ്പൊ രണ്ട് കാര്യമല്ല, അതിനകത്ത് അസിഡിറ്റി മാറ്റാനുള്ള നടപടി വരുന്നുണ്ട്, ഒപ്പം ചെറുളയിലേയും കൂടി ചേരുന്നുണ്ട്. മറ്റൊന്ന് ലിവർ പ്രൊമോട്ടേഷൻ നടത്തുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന വലിയ രോഗമായ കിഡ്നി രോഗത്തിലേക്ക് പോകാതെ നമുക്ക് രക്ഷപ്പെടാം. കൂടെ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് ചിലപ്പോൾ പനി വരും പിള്ളേർക്ക്. യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടാണ് പനി വരിക. അവസാനം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പനിയുടെ കാരണം അറിയുക യൂറിനറി ഇൻഫെക്ഷൻ ആണ്. യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് പനി വന്നാലും നമ്മൾ പനിക്ക് മാത്രമായിരിക്കും മരുന്ന് കൊടുക്കുക. യൂറിനറി ഇൻഫെക്ഷൻ വേരോടെ മാറ്റാനുള്ള നടപടി എടുക്കണം. ആന്റിബയോട്ടിക് വേണ്ടി വന്നാൽ ആന്റിബയോട്ടിക് കൊടുക്കണം. കൊടുത്താലും ഇത് ചെയ്ത് ആ യൂറിനറി ഇൻഫെക്ഷൻ തീർത്തും മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോടുള്ള ഉത്തരവാദിത്വമാണ്, നമ്മുടെ ശരീരത്തിനോടുള്ള ഉത്തരവാദിത്വം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ചികിത്സയുമല്ല, നാം നമ്മുടെ ശരീരത്തിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ മാത്രമാണ്. ശരീരത്തിനെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ അംഗീകരിക്കുക, സ്വന്തം ശരീരത്തെ ആദരിക്കുക, ആരാധിക്കുക. ഇത് ആരാധിക്കണം, സ്വന്തം ശരീരത്തെ ആരാധിക്കണം. ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കരുത്. ഒരു മാലിന്യവും ഒരവയവത്തിലും കെട്ടിക്കിടക്കരുത്. വരാൻ പോകുന്നത് മഞ്ഞുകാലമാണ്. എല്ലാവരിലും വരും ചുമ, എല്ലാവരിലും ചുമ വരും. ചുമ വരുന്നവരെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളൂ, അവരുടെ ലങ്സിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ്. ആ മാലിന്യങ്ങളെ വെളിക്കളയാനുള്ള വഴി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മത്തങ്ങ സലാഡ്, നേരത്തെ റാഡിഷ് കൊണ്ടുള്ള സലാഡ് കഴിച്ചതുപോലെ മത്തങ്ങയുടെ സലാഡ് കഴിക്കുന്നതിന് എന്താ കുഴപ്പം? പച്ച മത്തങ്ങ, നല്ല പഴുത്ത മത്തങ്ങ പച്ചയായിട്ട് വേവിക്കാതെ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന നിലപാട്. ഇത് ലങ്സ് ക്ലീൻ ചെയ്യാൻ ഉപകരിക്കും. അപ്പൊ ലങ്സും ക്ലീൻ ചെയ്യണം, കിഡ്നിയും ക്ലീൻ ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന രണ്ട് സലാഡുകളാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇത് നിത്യഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. വെള്ളം കുടി കൃത്യമായി നിർവഹിക്കുക. ആ കുടിവെള്ളം ലിവറിനെ സഹായിക്കാൻ ഉതകുന്നതാകുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ശരീരമാണ് നമ്മളുടെ പ്രഥമ ധനം എന്നതാണ്. ശരീരമാണ് പ്രഥമ ധനം. ഈ ശരീരം എന്ന ധനത്തെ സംരക്ഷിക്കാനുള്ള നടപടിക്ക് സമയം നമ്മൾ കണ്ടെത്തണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി അതിന്റെ വഴികൾ നമ്മൾ കണ്ടെത്തണം. ഏതെങ്കിലും അസുഖം വന്ന് കലശലായിട്ട് ആശുപത്രി പോകണം എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഒരു അസ്വസ്ഥത വന്നാൽ അതെന്താണ് കാരണം, അതിന്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ ഒഴിവാക്കാനുള്ള നടപടികൾ എടുക്കുക. ഇല്ലാതെ അത് കൊണ്ടു നടക്കരുത്. അതുകൊണ്ട് രോഗത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കരുത്. രോഗത്തെ പറ്റി ചിന്തിക്കരുത്, ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക. അപ്പൊ ആരോഗ്യമുള്ള അവയവങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ അവയവങ്ങൾക്കുള്ളിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കരുത്. ഒരു കോശത്തിലും ഒരു മാലിന്യവും കെട്ടിക്കിടക്കരുത്. ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടത്താലേ രോഗമുള്ളൂ. എല്ലാവർക്കും വിശ്വസിക്കാം. ശരീരത്തിൽ മാലിന്യങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാക്കുക. ആ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന അസിഡിറ്റി, കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന അസിഡിറ്റി, ഇതാണ് നമുക്ക് രോഗകാരണം ഉണ്ടാക്കുക. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പോഷകക്കുറവ്, കിട്ടേണ്ട പോഷണങ്ങൾ കിട്ടാതെ രോഗം വരുന്നു.
വളരെ വളരെ നിസ്സാര കാര്യങ്ങൾ കൊണ്ടാണ് രോഗം വരിക. ചെറിയ ചെറിയ രോഗങ്ങളെ നമ്മൾ സപ്രസ് ചെയ്യും. അത് വീണ്ടും മാലിന്യം കളയാതെ, അതിന് വേണ്ട ന്യൂട്രീഷൻസ് കൊടുക്കാതെ നമ്മൾ അതിന് മരുന്നുകൾ കൊണ്ട് അമർച്ച ചെയ്താൽ അത് ഭാവിയിൽ വലിയ രോഗങ്ങൾക്ക് കാരണമാകും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇന്ന് വളരെ ചെറിയ ഒരു കാര്യമാണ് യൂറിനറി ഇൻഫെക്ഷൻ. വളരെ വലുതല്ല, പക്ഷേ വളരെ ഗോപ്യമായി മനുഷ്യര്, അതിൽ പ്രത്യേകിച്ച് കുട്ടികൾ കൊണ്ടു നടക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് വീട്ടിലുള്ളവരും ശ്രദ്ധിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കണുണ്ടോ കുട്ടികൾ എന്ന് നോക്കുകയും, വെള്ളം സ്കൂളിൽ കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കണുണ്ടോ അതോ അതുപോലെ തിരിച്ചു കൊണ്ടുവരികയാണോ ഇല്ലെന്നുള്ളതും നോക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് സംശയങ്ങൾ തീർക്കാം. ഇന്ന് വളരെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഓരോ പ്രാവശ്യവും പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ട്. ഇനി നമുക്ക് കേൾക്കാം, ആളുകളുടെ സംശയങ്ങൾ കേൾക്കാം. സർ, കണ്ണൂരിൽ നിന്ന് സുരേന്ദ്രമോഹനാണ് സർ. ആര്? കണ്ണൂരിൽ നിന്ന് സുരേന്ദ്രമോഹനാണ്. പറഞ്ഞോ. സർ, നേരത്തെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇഷ്യൂ അല്ല, പക്ഷെ സാറ് എപ്പോഴും പറയുന്ന കക്കിരി ജ്യൂസ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില്. പക്ഷെ ഞാൻ കക്കിരി ജ്യൂസ് അടിച്ചിട്ട് അതേപോലെ കഴിക്കുവാണ്. പക്ഷെ സാർ ഇന്നിപ്പോ പറഞ്ഞു തുണിയിൽ അത് അരിച്ചിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കഴിക്കണം. ഞാൻ അരിക്കാതെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാള്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല സാർ. എനിക്ക് അസിഡിറ്റിക്ക് നല്ല റിലീഫ് ഉണ്ട്. അതുകൊണ്ട് അതേപോലെയാണ് ഞാൻ ഫ്രഷ് ആയിട്ട് കഴിക്കാറ്. അങ്ങനെ കഴിച്ചോളൂ. അതായത് ഒരുപാട് അസിഡിറ്റി ഉള്ളവര് തുടക്കത്തിൽ 1 മാസമെങ്കിലും കക്കിരി എന്ന് പറയുന്ന സാധനം മിക്സിയിൽ അടിച്ച് തുണിയിൽ പിഴിഞ്ഞ് കഴിക്കുക. അതിനുശേഷം ഇതുപോലെ കഴിച്ചാലും മതി. കുറച്ച് നാളോട് കഴിഞ്ഞാൽ കടിച്ചു തിന്നാ മതി. മനസ്സിലായില്ലേ? അല്ല, കടിച്ചു തിന്നതിന് എളുപ്പം രാവിലെ ജ്യൂസ് കുടിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് തീർക്കാറുണ്ടാവും. അതൊരു കാര്യം ചെയ്താൽ മതി. കക്കിരി വട്ടം മുറിക്കാതെ നീളത്തിൽ മുറിക്കുക. പിടികിട്ടിയില്ലേ? ഓക്കെ. അതല്ല, ഇനി അരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചാൽ മതി കേട്ടോ. ഓക്കെ സാർ, ഞാൻ എറണാകുളത്ത് നിന്ന് മെഹർനിസയാണ് സംസാരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് മെഹർനിസ. അത് ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ സാർ പറഞ്ഞതിന്റെ അകത്ത് നമുക്ക് ഈ പിണ്ടിയില്ലേ, വാഴപ്പിണ്ടിയുടെ നീരിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അത് നല്ലതല്ലേ ഈ വാഴപ്പിണ്ടിയുടെ നീര് യൂറിനറി ഇൻഫെക്ഷൻ? അതെ, വാഴപ്പിണ്ടിയുടെ നീര് നമ്മൾ കൊടുക്കുന്നത് അസിഡിറ്റി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുക്കുംബർ ജ്യൂസ് നമ്മൾ കൊടുക്കുന്നത് അസിഡിറ്റി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ചെയ്യുന്ന ജോലി ഒന്നാണ്. എന്നാൽ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്ന ഒരു സാധനമല്ല. ആണോ? വാഴപ്പിണ്ടി നമ്മൾ തോരൻ വെച്ചൊക്കെ കഴിക്കുമല്ലോ. തോരൻ വെച്ച് കഴിക്കും. പച്ചക്ക് കടിച്ച് തിന്നാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ല. അത് ഞാൻ അത് കഴിക്കാം. കുക്കുംബർ നേരിട്ട് കഴിക്കാം. അപ്പോ വാഴപ്പിണ്ടിയും ആൽക്കലൈനാണ്, കുക്കുംബറും ആൽക്കലൈനാണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത്? ഏതായിരിക്കാം? കുക്കുംബറാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ട അതാണ്. വാഴപ്പിണ്ടിയുടെ നീര് കുടിച്ചിട്ട് സ്റ്റോൺ പോണുണ്ടല്ലോ ഡോക്ടറിന്റെ. സ്റ്റോൺ പോണ ഇതിന്റെ അകത്ത് അത് പറഞ്ഞു കേട്ടില്ലായിരുന്നു. സ്റ്റോൺ പോകുന്നുള്ളത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണത്. വാഴപ്പിണ്ടി അല്ല, കുക്കുംബർ കഴിച്ചാലും സ്റ്റോൺ പോകും. അത് സാർ പറഞ്ഞാലും കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞതാണ്. അതെ, സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണം അസിഡിറ്റിയാണ്. അപ്പൊ ആ സ്റ്റോണിനെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് ആൽക്കലൈൻ ആഡ് ചെയ്താൽ മതി കേട്ടാ. അത് സ്റ്റോണിന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. ഇന്ന് നമ്മളുടെ സ്റ്റോണിന്റെ ക്ലാസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അതായത് സ്റ്റോൺ മാറണമെന്നുണ്ടെങ്കിൽ ഹെവി ആൽക്കലൈൻ വാട്ടർ 4 ഗ്ലാസ്സെങ്കിലും ഒരു ദിവസം കുടിച്ചാൽ മതി. ഒപ്പം കുടിവെള്ളത്തിൽ ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഇലമുളച്ചി എന്ന് പറയുന്ന ചെടി, അതായത് ഇലയുടെ ആ എഡ്ജസിലാണ് വേരുകൾ വന്ന ചെടി ഇല ഉണ്ടാകുക. ഇലമുളച്ചി
ചെരവനാക്ക്, പട്ടിനാക്ക് എന്നൊക്കെ പണ്ട് പറയും. ആ നാക്ക് പോലെ ഇരിക്കും, അത് പോലെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സാധനത്തിന്റെ ഒരു 4 ഇലയും പൂവരശിന്റെ ഒരു 4 ഇലയും കൂടി ഇട്ട് 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ കുക്കുംബർ ജ്യൂസോ, പിണ്ടി നീരോ, കുമ്പളങ്ങ ജ്യൂസോ, ചൊരക്ക ജ്യൂസോ, പടവലം ജ്യൂസോ ഒരു 4 ഗ്ലാസ് ദിവസം കുടിക്കുകയാണെങ്കിൽ ഏത് സ്റ്റോണും പോകും. എന്റെ അനുഭവത്തില് 21 ദിവസം ഈ പിണ്ടിനീര് വെറും വയറ്റില് ഒരു ഗ്ലാസ് ജീരകം വറുത്ത് പൊടിച്ച് ഒരു സ്പൂൺ ഇട്ട് കുടിച്ചിട്ട് സ്റ്റോൺ പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് അതിനെ കുറിച്ച് ചോദിച്ചത്. അതെ അതെ, അത് പോകും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് യൂറിനറി ബ്ലാഡറിലുള്ള സ്റ്റോൺ പെട്ടെന്ന് പോകും, കിഡ്നിയുടെ പെരിഫറിയിലുള്ള സ്റ്റോൺ പെട്ടെന്ന് പോകും. എന്നാൽ കിഡ്നിയുടെ ഇൻസൈഡിലുള്ള ഉള്ളിലുള്ള സ്റ്റോൺ, ഗാൾ ബ്ലാഡറിലുള്ള സ്റ്റോൺ പെട്ടെന്ന് പോവില്ല. അല്ല, നിങ്ങൾ കുക്കുംബർ 21 അല്ല ഇതിന്റെ പിണ്ടി നീര് 21 42 ദിവസം കഴിച്ചാലും പോവില്ല. അതെ അതെ, ഓക്കെ ഓക്കെ. സാറ് പറഞ്ഞ ഇത് കഴിക്കുമ്പോ അതാണെങ്കിലും പൊയ്ക്കോളും എന്നാണ് പറയുന്നത് അല്ലേ സാർ? അതെ അതെ അതെ, ഗാൾ ബ്ലാഡറിലെ സ്റ്റോണും എല്ലാം പോകും. ആൽക്കലൈൻ കൂടുതൽ നാൾ കഴിക്കണം. അപ്പൊ അതിന് ചില സപ്പോർട്ടുകളൊക്കെ വേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ ഇലമുളച്ചിയുടെയും പൂവരശിന്റെ ഒക്കെ സപ്പോർട്ട് എടുക്കുക. സാർ ഒരു സെക്കൻഡ് സാർ പറഞ്ഞതിന് ഞാൻ അഡീഷണൽ ആയിട്ട് പറയാണ് സാർ. സുരേന്ദ്രമോഹൻ തന്നെയാണ് സാറ് പറഞ്ഞ വാഴപ്പിണ്ടിയുടെ. നേരത്തെ സാറ് മത്തന്റെ ഒക്കെ പച്ചടി ഉണ്ടാക്കുന്ന ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കോമൺ കറിയാണ്. ഞങ്ങളുടെ അല്ല, കണ്ണൂർ ഭാഗത്തുള്ള ഒരു കോമൺ കറിയാണ് ഈ വാഴപ്പിണ്ടി. ചെറുതായി എടുത്ത് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചതിന് ശേഷം ഈ തേങ്ങ അല്പം അരച്ചു ചേർത്ത് തൈരും ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു, ഞങ്ങളുടെ ഇവിടെ വാഴപ്പിണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ലതാണ് വാഴപ്പിണ്ടി. ഇത് കഴിച്ചാൽ മലബന്ധം മാറ്റാനായിട്ട് നല്ലതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് തൈരിലേക്ക് ഇട്ടിട്ട് ഒരു തൈരിൽ കറിയായിട്ട് ഉപയോഗിക്കാം. ആൽക്കലൈനുമാണ്, ഫൈബർ കണ്ടന്റ് കൊണ്ട് മലബന്ധം മാറ്റാനും സഹായിക്കുന്ന സാധനമാണ്. ഇത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞത് അതല്ല, വാഴപ്പിണ്ടിയും കുക്കുംബറും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതിലേതായിരിക്കും ഏറ്റവും ശരീരത്തിന് അപ്രോപ്രിയേറ്റ്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ കുക്കുംബറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണതിന്റെ കാരണം അതാണ്. സാറേ, ഈ കുക്കുംബർ കഴിച്ചാലും നമ്മുടെ അസിഡിറ്റി മാറുന്നില്ല, അതെന്താ സാറേ കാരണം? കുക്കുംബർ കഴിച്ചിട്ടും അസിഡിറ്റി മാറാത്തവർ രാവിലെ വെറും വയറ്റിലും കുടിക്കണം, വൈകുന്നേരം 6 മണിക്കും കുടിക്കണം. വെറും വയറ്റിലാണ് സാറേ കുടിക്കുന്നത്. നമ്മളെന്താ വെച്ചാൽ മിക്സിയിൽ അടിച്ചിട്ട് നേരിട്ട് കഴിക്കാറ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ തുണിയിൽ പിഴിയാറില്ല, നമ്മള് മിക്സിയിൽ അടിച്ചിട്ട് നേരെ കഴിക്കുക ചെയ്യാറ് സാർ. അങ്ങനെ ഒന്ന് കുടിച്ചു നോക്കുക. അതായത് തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം മാത്രം ഒന്ന് കുടിച്ചു നോക്കുക. എന്നിട്ടും അസിഡിറ്റി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോളജിയെ കണ്ട് ചെക്കപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി കാർഡിയോളജി പേഷ്യന്റ് ആണ്. നമ്മൾ കാർഡിയോളജി ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥിരമായിട്ടൊരു 8-10 വർഷമായിട്ട് എനിക്ക് മലബന്ധം ഭയങ്കര പ്രശ്നമാണ്. മല ശരിക്കും ഒഴിഞ്ഞു പോകുന്നില്ല. അതിനെന്താ സാറേ ചെയ്യാ? നമുക്ക് മലബന്ധം മാറ്റാനുള്ള വഴി നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ. സാറേ അതുണ്ട്. നമ്മുടെ മുരിങ്ങക്കായ ചമ്മന്തി അതൊക്കെ അല്ലേ സാറേ? മുരിങ്ങക്കായ ചമ്മന്തി പറഞ്ഞിട്ടുണ്ട്, പേരക്ക പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം കഴിച്ചു സാറേ. പേരക്ക നമ്മൾ കുറച്ച്, മുരിങ്ങക്കായ ചമ്മന്തി കഴിച്ചിട്ടില്ല. പേരക്കയുടെ പൊടി നമ്മൾ അന്ന് ജെറിന്റെ അടുത്തൊക്കെ മേടിച്ചിട്ട് ഞാനത് കുറെ ഒക്കെ കഴിച്ചതാണ്. പക്ഷെ എനിക്കത് എഫക്റ്റീവ് ആവുന്നില്ല. എനിക്കൊരു വർഷങ്ങളായിട്ട് പേരക്കയുടെ പൊടി മാത്രം പോരാ, പഴുത്ത പേരക്ക തന്നെ കഴിക്കാൻ നോക്കുക. മുരിങ്ങക്കായ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കിയേ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മരുന്ന് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് റിലീഫ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റന്നാ മുതൽക്ക് പിന്നെയും നമ്മുടെ പഴയ പടിയായി തീരാണ്. അതെ, അതായത് നമ്മളുടെ മലബന്ധം എന്ന് പറയുന്നത് അതിന്റെ മോട്ടിലിറ്റി അത് നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും മലബന്ധം വരാത്ത രീതിയിൽ ഉള്ള മരുന്നുകളും ഭക്ഷണവും കൊണ്ടത് മാറ്റിയിരിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, പിണ്ടിയുടെ പച്ചടി പോലെ ഉണ്ടാക്കുന്ന സാധനം,
മലബന്ധം മാറ്റാൻ നല്ലതാണ്. പിന്നെ ത്രിഫല ചൂർണം 1 സ്പൂൺ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുകയും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയും അതിനുശേഷം കുക്കുംബർ കുടിക്കുകയും ചെയ്താൽ വയറ്റിൽ നിന്ന് പോകും. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ്. വയറ്റിൽ നിന്ന് പിറ്റേ ദിവസം പോയില്ലെങ്കിൽ പോയതിനു ശേഷം മാത്രമേ രാവിലത്തെ ഭക്ഷണം കഴിക്കാവൂ. പിറ്റേ ദിവസത്തെ ആയിക്കോട്ടെ. കിട്ടിയോ? അതായത് നമ്മള് ഇന്നലെ രാത്രി ഒരു ദിവസം രാത്രി ത്രിഫല ചൂർണം ചൂടുവെള്ളത്തിൽ കുടിച്ചു. രാവിലെ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുക്കുംബർ ജ്യൂസ് കുടിച്ചു. എന്നിട്ടും നമ്മുടെ വയറ്റിൽ നിന്ന് പോയില്ല. രാവിലത്തെ ഭക്ഷണം കഴിക്കരുത്. വയറ്റിലെ മലം പോയതിനു ശേഷമേ പിന്നെ ഭക്ഷണം കഴിക്കൂ എന്ന് ഒരു വാശി പിടിക്കണം നമ്മൾ നമ്മുടെ വയറിനോട്. കേട്ടോ? ഏതായാലും വയറ്റിൽ നിന്ന് പോയേ അടങ്ങൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. സാർ, ഈ ഇസബ്ഗോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ ഡോക്ടർ സാർ, അത് കഴിക്കണത് നല്ലതാണ്. രാത്രി കടക്കാൻ നേരത്തെ ഇസബ്ഗോൾ വെള്ളത്തില് അല്ലെങ്കിൽ പാലില് കലക്കി കുടിക്കുക, വയറ്റിൽ നിന്ന് നല്ലോണം പോകാൻ എന്ന് പറയുന്നത്. ഇസബ്ഗോള് എന്തോ ഒരു നമ്മുടെ ഈ അരിയുടെ ഒക്കെ ഉമി അതുപോലത്തെ ഒരു എന്തിന്റെ ഒരു തൊണ്ടാണത്. വെള്ളക്കണം. അത് വെള്ളത്തിലിട്ട് ഇങ്ങനെ വീർത്ത് വരും. പാലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് വരും. അപ്പൊ മോശം നല്ലോണം പോകാൻ അത് നല്ലതാണ്. പക്ഷെ എപ്പോഴും കഴിക്കാമോന്ന് അറിയില്ല. നല്ലതാണ് അത് കഴിക്കുന്നത്. ഇല്ല, സാധാരണ നമ്മൾ ഈ മലം പോകാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ആദ്യം ഭക്ഷണം കൊണ്ട് മാറ്റാൻ നോക്കുക. അത് കഴിയുമ്പോൾ മരുന്ന് കൊണ്ട് മാറ്റാൻ നോക്കുക. അത് കഴിയുമ്പോൾ വയറൊന്ന് ഇളക്കണം. ഇപ്പൊ ഈ തീരെ ശശികുമാർ പോലെയുള്ള ആൾക്കാര് വയറ് ഒന്ന് ഇളക്കണം. വയറിളക്കാനായിട്ട് ബാലസുദ്ധ എന്ന് പറയുന്ന ആവണക്കെണ്ണ ഒരു 6 തുള്ളി 1/2 ഗ്ലാസ് കട്ടൻ ചായയിൽ കുടിച്ച് വയറിളക്കണം. വയറിളക്കിയിട്ട് വീണ്ടും വയറ്റിൽ നിന്ന് പോകാനുള്ളത് തുടരെയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. പതുക്കെ വരുമ്പോഴത്തേക്ക് അത് ശരിയായി വരും. വയറിളക്കി വയറ്റിൽ നിന്ന് പോകാനുള്ള നടപടി ദൈനംദിനം എടുക്കുകയും ചെയ്യണം. അങ്ങനെ മാസത്തിൽ ഒരു ദിവസം എന്ന് വെച്ച് 2 or 3 മാസം വയറിളക്കി അത് കളയണം. കാരണം ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളാണ്. അസിഡിറ്റി ഉണ്ടായാൽ, മലബന്ധം വന്നാൽ അസിഡിറ്റി ഉണ്ടാകും. അസിഡിറ്റി ഉണ്ടായാൽ വീണ്ടും ബ്ലോക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്ത് വില കൊടുത്തും വയറ്റിൽ നിന്ന് പോകാനുള്ള നടപടികൾ നമ്മൾ എടുത്തേ മതിയാവും. അതിനൊരു മാറ്റി വെക്കരുത്. ഒരിക്കലും അത് മാറ്റി വെക്കരുത്. സർ, ഇസബ്ഗോൾ ഒരു ഫൈബർ ആണ്. അതൊരു ഹെർബൽ ഫൈബർ ആണ്. അത് ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. അത് 7 days തുടർച്ചയായിട്ട് കഴിച്ചാലാണ് അതിന്റെ എഫക്ട് ശരിക്കും കിട്ടുന്നത്. 7 days മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ പിന്നെയും കഴിക്കാം. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ 7 days കണ്ടിന്യൂസ് രാവിലെ കഴിക്കുക എന്ന്, രാത്രി ഉറങ്ങുന്ന മുമ്പ് കിടക്കും മുമ്പ് കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിയുന്നത്ര ഒഴിവാക്കുക. ഞാൻ പറഞ്ഞത് പഴുത്ത പേരക്ക ഒരു 3 എണ്ണം വെച്ച് 4 ദിവസം അടുപ്പിച്ച് കഴിക്കാൻ പേരക്ക നമ്മുടെ സ്റ്റോക്ക് വരാറില്ല. അതേസമയം ഒന്ന് കഴിച്ചു നോക്കിക്കുക. എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് പേരക്ക സംഘടിപ്പിക്കുക. ഒരു ദിവസം 3 എണ്ണം 3 നേരമായിട്ട് കഴിക്കുക. അങ്ങനെ ഒരു 4 ദിവസം അടുപ്പിച്ച് കഴിച്ച് 4ാം ദിവസം മുതൽ മലം നല്ല ശുദ്ധമായിട്ട് പോകുന്നത് കാണാം. അത് നോക്കുക. ഇതുകൊണ്ടും പോയില്ലെങ്കിൽ ശശികുമാർ ബന്ധപ്പെടണം. കാരണം എന്താണെന്ന് വെച്ചാല് വേറെ ചില മരുന്നുകൾ കൂടി കഴിക്കണം. പിന്നെ കാർഡിയോളജി ചെക്കപ്പ് ചെയ്തോണം. കാർഡിയോളജിയുടെ ചെക്കപ്പ് ചെയ്തിട്ട് പ്രഷർ വേരിയേഷൻ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കണം. സാധാരണഗതിയിൽ കുക്കുംബർ കുടിക്കുമ്പോൾ അസിഡിറ്റി 100% മാറേണ്ടതാണ്. അങ്ങനെ മാറാതിരിക്കുന്നു എങ്കിൽ നമുക്ക് ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ അപ്പൊ തന്നെ ഞാൻ ഒരു കാർഡിയോളജി ഡോക്ടറെ പോയി കാണാൻ പറയും. കാണുകയും ചെക്കപ്പ് ചെയ്യുകയും വേണ്ടി വന്നാൽ വേണ്ട നടപടി അവിടെ എടുക്കുകയും ചെയ്യണം. ഓക്കെ. അസിഡിറ്റിക്ക് ആപ്പിൾ സിഡാർ വെനീഗർ കുടിക്കണം നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് നല്ലതാണോ? അത് ഏതിന്റെ ജ്യൂസാണ്?
ആപ്പിൾ സിഡർ വിനീഗർ ഒന്നും കുടിക്കരുത്. അതായത് അത് വിനാഗിരിയാണ്, ഫെർമെന്റ് ചെയ്തതാണ്. ഫെർമെന്റ് ചെയ്തത് ഒന്നും കൊണ്ട് തന്നെ നമ്മുടെ അസിഡിറ്റി മാറ്റാൻ ശ്രമിക്കരുത്. കേട്ടാ, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പറയും, ഫെർമെന്റേഷൻ ചെയ്തിട്ട് അസിഡിറ്റി മാറ്റും എന്നൊക്കെ പറയും. ഒന്നും ചെയ്യരുത്. നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ആൽക്കലൈൻ കണ്ടന്റ് കൊണ്ട് തന്നെ ഇത് അസിഡിറ്റി മാറ്റാനുള്ള നടപടി എടുക്കണം. ഇപ്പൊ നമ്മള് ജപ്പാൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കെങ്കൻ വാട്ടർ എന്ന് പറയുന്ന വാട്ടർ ഇറക്കിയിട്ടുണ്ട്, മെഷീൻ. കെങ്കൻ വാട്ടർ ഒരുപാട് ആൽക്കലൈൻ വാട്ടർ ഇറക്കുന്ന മെഷീനറി പോലും ഇറക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഡോക്ടർമാരും അത് വാങ്ങി കുടിക്കണമുണ്ട്. ആ അസിഡിറ്റി മാറ്റാനായിട്ടാണ് അത് ഉപയോഗിക്കുക, അസിഡിറ്റി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കെങ്കൻ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തെ ഹാം ചെയ്യുന്ന ഒന്നാണ്. ചിലപ്പോൾ അസിഡിറ്റി കുറച്ച് തരും. അസിഡിറ്റി കുറച്ച് തന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അതായത് ഒരു കുക്കുംബർ ചെയ്യുന്ന ജോലി ഒരു കെങ്കൻ വാട്ടർ ചെയ്യുന്ന മെഷീന് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ആൽക്കലൈൻ വെള്ളമാക്കി തരാൻ ഒരു കുക്കുംബർ എന്ന് പറയുന്ന ഒരു സസ്യത്തിന് കഴിയും. ഇത് 4.5 ലക്ഷം രൂപ മുടക്കിയ കെങ്കൻ വാട്ടർ മെഷീന് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ അവയവത്തെ അല്ല സിസ്റ്റത്തെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇക്കോളജി ശാസ്ത്രപ്രകാരം അത് നമ്മുടെ സിസ്റ്റത്തെ, ശരീരത്തിന്റെ ഒരു സിസ്റ്റത്തെ, മിക്കവാറും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കെങ്കൻ വാട്ടർ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. കുടിക്കേണ്ടവർക്കൊക്കെ കുടിക്കാം. നമ്മൾ പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം ഏറ്റവും അനുയോജ്യമായതും അപ്രോപ്രിയേറ്റഡ് ആയതും ശരീരത്തിന് ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കുടിപ്പിക്കാന്നുള്ളതാണ്. ആർക്കെങ്കിലും ഈ ഇലമുളച്ചി എന്ന് പറഞ്ഞ ചെടിയെ കുറിച്ച് കാണാൻ വല്ല വഴിയുണ്ട്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നത്. എന്റെ കയ്യിലുണ്ട്, സോറി സാർ, എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഉള്ളിടത്തല്ല, എന്റെ അച്ഛന്റെ വീട്ടിലാണ് ഉള്ളത്. അവിടെ വെച്ചാൽ ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചുതരാം. അടുത്ത ക്ലാസ്സിലൊക്കെ അലോവേറ പോലത്തെ ചെടിയാണ്? അല്ല 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 അല്ല, അറ്റൊക്കെ ഇങ്ങനെ വിട്ടുള്ള ചെടിയാണ്. സാറേ, ഈ മധുരക്കിഴങ്ങ് നമ്മൾ എങ്ങനെ കഴിക്കാം? വേവിച്ചിട്ട് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? മധുരക്കിഴങ്ങ് അത് വേവിച്ച് കഴിക്കാൻ പറ്റൂലേ? വേവിച്ചിട്ട് കഴിക്കുന്നതിനോട് കുഴപ്പമില്ലല്ലോ. വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഗുണം കുറയുന്നു മാത്രം. മധുരക്കിഴങ്ങിന് നമ്മുടെ ശരീരത്തിന് തരാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നേ ഉള്ളൂ. വേവിച്ച് കഴിക്കാം. പച്ചക്ക് കഴിക്കാൻ ആണ് ബെറ്റർ അല്ലേ സാറേ? ഏത് മധുരക്കിഴങ്ങ് പച്ചക്ക് കഴിക്കുന്നതാണോ നല്ലത്? പച്ചക്ക് കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് അത് പൗഡറാക്കി ഇറക്കിയിരിക്കുന്നത്. കുടിക്കാം, മിക്സിയിൽ അടിച്ചിട്ട് പാല് വരെയായിട്ട് കുടിക്കാം. ഏതായാലും നല്ല മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അതിനകത്തുള്ളത്. സാറേ, പച്ച ഏത്തക്ക പുഴുങ്ങിയത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമോ? കഴിക്കാം, കുഴപ്പമില്ല, കഴിക്കാം. അത് വണ്ണം കൂട്ടത്തില്ലല്ലോ? വണ്ണം കൂട്ടത്തില്ല. അരിയിലെയും ഗോതമ്പിലെയും കാർബോഹൈഡ്രേറ്റുകളെയാണ് ശരീരം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് റിസർവ് ചെയ്യുന്നത്. പച്ച ഏത്തക്കാടത് വരില്ല കേട്ടോ. പച്ച ഏത്തക്കാട് വേവിച്ച് കഴിക്കാം. സാറ്, രാവിലെ ഈ മഞ്ഞളിന്റെ പൊടി കഴിക്കുന്നത് നല്ലതാണോ? ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത്. മഞ്ഞളിന്റെ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണോ? വെറുതെ മഞ്ഞളിന്റെ പൊടി കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ എന്തിന്റെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ വിഷം കളയാനായിട്ട്, വിഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് തുളസി നീറ്റിൽ പച്ച മഞ്ഞൾ അരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുമോ എന്നാണ് ചോദിച്ചത് പുള്ളി. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
അങ്ങനെ പറയുന്നുണ്ട്. മോഡേൺ സയൻസും ശാസ്ത്രജ്ഞന്മാരും ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലതാണ്, കുർക്കുമിൻ ഒരുപാടുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. മഞ്ഞൾ എന്ന് പറയുന്ന ഒരു വിഷഹാരിയാണ്. ആ വിഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ട് മുതൽ കറികളിലൊക്കെ മഞ്ഞൾ അരച്ച് ചേർക്കണതും കലക്കണതും. അല്ലാതെ ഉള്ള മഞ്ഞൾ മാത്രമായി കഴിച്ച് എന്തെങ്കിലും അസുഖം ഭേദമാക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സംശയം ചോദിക്കാനുണ്ട്. പിന്നെ സാറ് പറഞ്ഞല്ലേ എല്ലിന്റെ പ്രശ്നത്തിന് പിന്നെ ഹോമിയോ മരുന്ന്, അത് എവിടുന്ന കിട്ടുക? 2 മരുന്നിന്റെ പേര്. ഏതിന്റെ അസുഖത്തിനാണ്? നട്ടെല്ലിന് തേയ്മാനും പൊട്ടും ഉള്ളതുകൊണ്ട്. കാൽസ്യം ഫോസ് 6X ജർമ്മൻ, മെഗ്നീഷ്യം ഫോസ് 6X ജർമ്മൻ. ഇത് രണ്ടും ഹോമിയോ മരുന്ന് വിൽക്കുന്ന കടകളിൽ കിട്ടും. അതായത് നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് വിൽക്കുന്ന കടകളില്ലേ, അതേമാതിരി തന്നെ ഹോമിയോ മരുന്ന് വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട്. ഇത് ചെന്നിട്ട് ഹോമിയോ ഡോക്ടർക്ക് ചോദിച്ചാൽ അവർ തരില്ല. ഹോമിയോ മരുന്ന് വിൽക്കുന്ന ചെറിയ ഷോപ്പുകളുണ്ട്, ഹോൾസെയിലേഴ്സും ഉണ്ട്. അപ്പൊ അവരെ പോയി കണ്ടത് വാങ്ങുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുരിങ്ങയില, 1 പിടി മുരിങ്ങയില 2 ഗ്ലാസ്സിൽ